നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരുമ്പാവൂർ കൂവപ്പടി ബ്ലോക്കുകളുടെ സംയുക്ത റാലിയും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, കുടിശ്ശിക ഉൾപ്പെടെ സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരുമ്പാവൂർ കൂവപ്പടി ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ റാലി ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ്. പെരുമ്പാവൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി വി സുകുമാരൻ, ജില്ലാ ട്രഷറർ പി ഇന്ദിര, ജില്ലാ കമ്മിറ്റി അംഗം കെ വി സുകുമാരൻ, ബ്ലോക്ക് പ്രസിഡന്റ് എൻ സി ബേബി, സെക്രട്ടറിമാരായ എം കെ കൃഷ്ണൻ നമ്പൂതിരി, സി ഡി ജോയ്, കെ എ കുഞ്ഞപ്പൻ, ഷൈല എന്നിവരും സംബന്ധിച്ചു. കുടിശ്ശിക ഡിആർ അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, PFRDA നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങി പെൻഷൻകാർ കാലങ്ങളായി ഉന്നയിച്ചു വരുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് 200-ലേറെ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ശമ്പള പരിഷ്കരണം 1/7/2024 മുതൽ നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ അതിനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആണ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായമായി പുറത്തു പറഞ്ഞിട്ടുള്ളത്. പെൻഷൻ പരിഷ്കരണം എന്തായാലും യഥാസമയം നടക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പൊരിക്കലും നിങ്ങളുടെ അവകാശങ്ങൾ അനുവദിക്കും, അത് യഥാസമയം ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും 2024 ജൂലൈ 1 മുതൽ നടപ്പിലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ പരിഷ്കരണം നീണ്ടുപോകുന്നതിൻ്റെ ഫലമായി ഇത് അനുഭവിക്കേണ്ട പെൻഷൻകാർ നിരവധി ആളുകൾ ഈ കാലഘട്ടത്തിൽ തന്നെ മൺമറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.